ഏതൊക്കെ വീഡിയോയിലിടും. അപ്പം വേണം ചമ കാണുന്നുണ്ടാവും. തുടങ്ങാം. സ്റ്റാർട്ട്. എന്താ പറയാ, എനിക്കറിയില്ല. ഹായ് ഗൈസ് എന്ന് പറയും. ഏതൊക്കെ വീഡിയോയിലിടും. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഡെയിലി വ്ളോഗ് അല്ല, ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ എനിക്ക് ചായ കുടിക്കാൻ കേട്ടോ. എനിക്ക് പറയാറില്ല. എനിക്കില്ലേ ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ അറിയുള്ളൂ, പറയാറിയില്ല. എനിക്കിങ്ങനെ അഭിനയിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാനൊരു 6:10 ആകുമ്പോഴായിട്ട് എണിക്കാം. ആൾക്ക് 7 മണിയാകുമ്പോഴത്തേനും പണിക്ക് പോകണം. അപ്പൊ ചായ കുടിച്ചതിന് വേറെ ഒന്നും കഴിക്കൊന്നുമില്ല. ഇപ്പൊ വെള്ളം വെള്ളം വെച്ചിട്ട് അടുപ്പിൽ തണുപ്പല്ലേ, കുളിച്ചിട്ട് അങ്ങനെ പഠിക്കൂ. വേറെ ഒന്നും കഴിക്കൊന്നുമില്ല. ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയാനായിട്ട് മറ്റേ അണ്ടിപ്പരിപ്പും ബദാമും ഒരു പഴമാണ് ഇട്ടുള്ളത്. അതാണ് ഞങ്ങൾ കഴിക്കുക. പിന്നെ ചായ. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ദോശ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ആളൊന്നും കഴിക്കില്ല. വെള്ളം ചൂടായിരുന്ന കുളിച്ചോ. ടാങ്ക് നിറഞ്ഞു പോണ്ട് കേട്ടോ. വെള്ളം നേർത്ത് വരും. അപ്പം ടാങ്ക് നിറഞ്ഞു പോണ്ട്. അപ്പം അത് ഓഫാക്കിയിട്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ട് എടുക്കണം കേട്ടോ. അതിനാണ് കുടം കൊണ്ട് പോണത്. ഇവിടുത്തെ ടാങ്ക് ഉണ്ടോ, ഈ നമ്മൾ കെട്ടിണ്ടാക്കുന്ന ടാങ്കില്ലേ, സിമെന്റിന്റെ ടാങ്കാണ് കേട്ടോ. അപ്പം അതില് അയ്യോ ആ വെള്ളത്തില് നല്ല തണുപ്പായിരിക്കും കേട്ടോ. കുളിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇവിടെ ചുടുവെള്ളം മസ്റ്റാണ്. ആളിതാ പോവാൻ വേണ്ടിട്ട് കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. പോയി കുളിക്കൂ. ഇത് നമ്മുടെ ഇവിടെയുള്ള വാഴകളാണ് കേട്ടോ. അപ്പം വീട്ടുകാരുടെ വാഴകളാണ്. നമ്മളിത് വെറുതെ വെള്ളം പിന്നെ ബാക്കി കളയണ്ടല്ലോ. ദിവസം രാവിലെ ഒന്ന് നനയ്ക്കാറുണ്ട് കേട്ടോ. അപ്പൊ അവര് വരാത്ത സമയത്ത് ഞാൻ നനച്ചു കൊടുക്കും കേട്ടോ. കാരണം വെറുതെ ഇനി വെള്ളം കളയണ്ട പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള വെള്ളം എല്ലാ വാഴകൾക്കും ഞാൻ നനച്ചു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചായ കുടിച്ചിട്ട് അവിടെ പല്ല് തേക്കുക. രാവിലത്തെ ചായ പല്ല് തേക്കാണ്ടാണ് രാവിലത്തെ ചായ കുടിക്കാറ് കേട്ടോ. അതങ്ങനെ ശീലമായി പോയി. ഞാനും അതെ, എൻ്റെ കെട്ടിയവനും അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ പിള്ളേരും അങ്ങനെയാണ്. ഞാൻ ചായ കുടിച്ചിട്ടാണ് എന്താ പറയുക പല്ല് തേക്കുക. പക്ഷെ പിള്ളേരിന് ഇപ്പൊ ഞാൻ അങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ. പിള്ളേർ എണിച്ചതിപ്പോ ഇതാ വരുന്നു പല്ല് തേപ്പിച്ചിട്ട് പല്ല് തേപ്പിച്ചോടാണ് ഞാൻ പിള്ളേർക്ക് ചായ കൊടുക്കാറ് കേട്ടോ. ഇതാ വരുന്നു. ആളിവിടെ പോവാ റെഡി ആയിട്ടാ. റെഡി ആയിരുന്നു. ഓക്കേ. അപ്പൊ ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പൊ പോയി കഴിഞ്ഞ് വൈകുന്നേരം 7 മണിയാവും കേട്ടോ വരാന്. അപ്പൊ അതുവരെ ഞാനും പിള്ളേരും. ഇതിന്റെ ഇടയിലാണ് ഞാൻ വീഡിയോസ് ഒക്കെ. നമ്മുടെ വീടിന്റെ മുറട്ടോ, മുറ്റത്ത് കൂടെ റോഡാണ്. ഗേറ്റ് എപ്പോഴും അടച്ചു പൂട്ടിയിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ പിള്ളേർ തുറന്നിട്ട് റോട്ടിക്ക് കിട്ടോ. എപ്പോഴും വണ്ടികളൊക്കെ വരുന്നോണ്ട് ഗേറ്റ് എപ്പോഴും ഞാൻ അടച്ചു പൂട്ടിയിടും. അപ്പൊ ഇനിയാണ് നമ്മുടെ പണികൾ ഇവിടെ തുടങ്ങാൻ പോണത് കേട്ടോ. ഇനി കുട്ടികളും ഞാനും കൂടിയുള്ള ഒരു മല്ലിക്കെട്ട് തുടങ്ങാൻ പോവാണ്. ഈ വാതിൽ അടച്ചിടാട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിലായിരിക്കും ഫുൾ പണി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് വരുള്ളൂ.
അപ്പൊ നമുക്ക് ബാഗത്തെ പണി കഴിഞ്ഞവരെ ഞാൻ ഇവിടെ വാല എപ്പോഴും അടച്ചിടും കേട്ടോ. പിന്നെ ലൈറ്റൊക്കെ ഓഫ് ആക്കട്ടെ. ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫാക്കി. അപ്പൊ നമുക്ക് പണികൾ തുടങ്ങാട്ടോ. അപ്പം നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്. ഇന്നലെ ഫുഡ് കഴിച്ചതാട്ടോ, ഇന്നലെ കഴുകിയിട്ടില്ല. അപ്പൊ അത് കഴുകണം. അപ്പൊ പാത്രങ്ങൾ കഴുകിയിട്ട് നമുക്ക് മുറ്റടിക്കണം, തിരുമ്പണം, കുറേ പണികളുണ്ട്. ചോറും ചട്ടി ഇന്നലെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും ചോറ് കഴിക്കുമ്പം ഒരു 10-10:30 ആവട്ടോ. പിന്നെ രാത്രി ഞാൻ കഴുകില്ല. ഉള്ളിൽ കഴുകാനൊന്നും ഇല്ല കേട്ടോ, വാഷ് ബേസിൻ സിങ്കൊന്നും ഇല്ല. അപ്പൊ പിന്നെ വെളിയിൽ തന്നെ കഴുകണം. അപ്പൊ ഞാൻ പിന്നെ 10-10:30 കഴിഞ്ഞാൽ അങ്ങനെ കഴുകുമൊന്നുമില്ല. ചോറൊന്നും എന്തായാലും വെക്കണ്ട. ചോറ് ഇന്നലെ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ഇന്നലെ വൈകുന്നേരമാണല്ലോ ചോറ് വെച്ചത്. അപ്പൊ അതിന്റെ ബാക്കിയുണ്ട്. ഞാനും പിള്ളേരെന്നെ ഉള്ളൂ. അത് ചൂടാക്കിയാൽ മതി. പിന്നെ കറി സാമ്പാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫ്ലവർ ഉണ്ട്, അത് വറക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പത്തെ മൂട് പോലെ ഇരിക്കും. ചിലപ്പോൾ മുട്ട വറുത്ത് തിന്നാൻ തോന്നി അങ്ങനെ തിന്നും കേട്ടോ. ചിലപ്പം ഫ്ലവർ വറക്കും. അതിന്റെ മൂടിനനുസരിച്ചിരിക്കുമല്ല. അപ്പൊ എന്തായാലും ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടേട്ടാ. കുറെ പാത്രങ്ങളുണ്ട്. ഫുള്ള് വീട് ഇട്ടാ ഒരു 10 മിനിറ്റ് പാത്രം കഴുകുന്നുണ്ടാവും. കാരണം ഞാൻ മെല്ലെ കഴുകുള്ളൂ കേട്ടോ. അതായത് ഞാൻ സ്പീഡിൽ കഴുകിക്കഴിഞ്ഞാൽ പാത്രങ്ങൾ വൃത്തിയാവില്ല. സംഭവം അതാണ് കേട്ടോ. ഞാൻ മെല്ലെ കഴുകുള്ളൂ. അല്ലെങ്കിൽ ഈ അരികിലൊക്കെ എന്തെങ്കിലും എണ്ണയുടെ മിഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ കഴുകുള്ളൂ. അതാണ്. അപ്പൊ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടോ. ഇനി ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു വാരട്ടെ. ഇനി അടിച്ചു തുടയ്ക്കണം. വീട് എപ്പോഴും വൃത്തിയായിരിക്കണം കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുക്കണ കാരണം വീട് വൃത്തിയാക്കാൻ സത്യം പറഞ്ഞാൽ ഒഴിവ് കിട്ടാറില്ല. അപ്പൊ കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ. പിന്നെ പിള്ളേരുള്ള കാരണം എത്ര അടിച്ച് തുടച്ചിട്ടാലും അങ്ങനെ തന്നെ കിടക്കും. അതാണ് പ്രശ്നം. ഞാൻ അടിച്ച് തുടച്ചിട്ടിട്ട് വരുമ്പത്തിനും അവരൊരു ഭാഗത്ത് അവരെ പണി തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ പായൊന്നും മടക്കിയിട്ടില്ല കേട്ടോ. ഞാന് എന്താ പറയാ, പിള്ളേര് കട്ടിലിന്റെ മേലെ, ആള് താഴെയാണ് കിടക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 ആൾക്ക് കൂടിയിട്ട് കട്ടിലിന്റെ മേലെ കിടക്കാൻ പറ്റില്ലല്ലോ, സ്പേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ 2 കട്ടിലായിട്ട് ഇടാനും പറ്റില്ല. 2 കട്ടിൽ ഇടാനുള്ള ഒരു റൂം ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങള് വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഒരു കട്ടിൽ കൊണ്ടുവരണം, എന്നാലാണ് 2 കട്ടിൽ ഇടാൻ പറ്റൂ. പിന്നെ ഞങ്ങള് താഴെ, ഞാൻ ചിലപ്പോ താഴെ കിടക്കും. പിള്ളേരാണെങ്കിൽ ഇങ്ങനെ താഴെ കിടക്കില്ല. അവരുടെ നടുവിൽ കിടക്കണം ഞാൻ കേട്ടോ. 2 ആളുടെ നടുവിൽ കിടക്കണം. അങ്ങനെയാണ് കേട്ടോ. സത്യം പറഞ്ഞാ അവര് വലുതാവല്ലേ. അപ്പൊ പിന്നെ നമുക്ക് അവര് വലുതാവുമ്പോ ഒരു സങ്കടം കേട്ടോ. ഇനിയിപ്പം ഞാന് മൂത്തവന് സ്കൂളിൽ പോകാനായിട്ടാ. അപ്പോഴൊക്കെയല്ലേ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മിസ് ചെയ്യും. ഇപ്പത്തെ വാശിയും അതൊക്കെ ആലോചിക്കുമ്പോ സങ്കടം വരും. പക്ഷെ എന്നാലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കുരുത്തക്കേട് കണ്ടാലോ ഒരാളെ കൊടുക്കാണ്ടിരിക്കാനും തോന്നില്ല. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. ഇവിടെയൊക്കെ അടിച്ചിട്ടാട്ടോ ഞാൻ അവിടെ ഉമ്മറം പോയി അടിക്കുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിലോ, കാറ്റും നല്ല കാറ്റ് ഉള്ളിക്ക് വരും. അപ്പൊ ഞാൻ വേഗം അടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കാറ്റ് വീശിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങോട്ട് തന്നെ പോകും. അപ്പൊ അതുകൊണ്ട് വേഗം അവിടെ അടിച്ചാക്കിയിട്ട് അവിടെ പോയി അടിക്കാൻ പറ്റും. വേഗം തുടക്കട്ടെ. പിള്ളേരെ എണിച്ചാലേ പിന്നെ ഈ തുടച്ചത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടിയിട്ട് ചളി കൂടുതലാക്കും. വലിയ ചളിയൊന്നും ഇല്ല, ഒരൊറ്റ തോട തന്നെ വേണ്ടു. പൊടിയാണ് കൂടുതലും കേട്ടോ. പൊടി കാറ്റ് കാരനെ ഭയങ്കര കാറ്റാ അവിടെ. ഭയങ്കര കാറ്റ് പറഞ്ഞാ ഭയങ്കര കാറ്റ്. ഞാൻ വീഡിയോ എടുക്കുമ്പോ മറ്റേ ഈ സ്റ്റാൻഡൊക്കെ എത്ര വട്ടന്നറിയോ കാറ്റ് കിട്ടിയിട്ട് വീഴുക. ഫോണുള്ളതല്ലേ, അതാ പേടി. ഭയങ്കര കാറ്റാ. തുടച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാൻ നോക്കട്ടെ. തിരുമ്പിയില്ലെങ്കിലേ
പ്രശ്നമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ എണിക്കുമ്പോഴത്തേന് തിരുമ്പിയില്ലെങ്കിൽ പിള്ളേരും കൂടും തിരുമ്പാന്. പിന്നെ അതെനിക്ക് വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തുടച്ച് കഴിഞ്ഞത് വേഗം തിരുമ്പും. തുടച്ചിട്ടൊന്നും കാര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് വീശി കഴിഞ്ഞാൽ തീർന്നു. അമ്മാതിരി പൊടിയാണ് ഉള്ളിൽ കയറുന്നത്. അയ്യോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെതായ രീതിയിൽ രൂപമാറ്റം വരുത്തിയിട്ടാണ് പാട്ടുകൾ പാടാറുള്ളത്. ക്ഷമിക്കുക. ഇതൊക്കെ ഇന്നലെ തിരുമ്പിയിട്ടതാട്ടോ. ഉണങ്ങിയതൊക്കെ നമുക്ക് എടുക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റടിച്ച് വരുമ്പോ പൊടിയാവും. മണ്ണ് അങ്ങനത്തെ മണ്ണാണേ, പൂഴി മണ്ണാ. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം തിരുമ്പിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കാറ്റുണ്ട്, നല്ല കാറ്റല്ലേ, വേഗം ഉണങ്ങും. എന്റെ കുട്ടറ കളിപ്പാട്ടം, എന്റെ കുട്ടറ കുഞ്ഞു ബക്കറ്റ് നോക്ക്. ഇതില് വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ പോണ് കാണാം. സമയം 8:30 ബസ് പോണു. ഇത് മൊത്തല്ലേ, ഇത് മൊത്തം ഈ മധുരക്കിഴങ്ങിന്റെ വള്ളി കേട്ടോ. മധുരക്കിഴങ്ങിന്റെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. ഫുൾ മധുരക്കിഴങ്ങിന്റെ ആണ്. തിരുമ്പ് കഴിഞ്ഞിട്ട് വേണം വല്ലതും സാപ്പിടാൻ. ഇതുവരെ ഒന്നും സാപ്പിട്ടിട്ടില്ല. ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും സാപ്പിടണമെങ്കിൽ തിരുമ്പി കഴിയണം. പല്ലൊക്കെ പിളകി വരുന്ന തോന്നുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്ലല്ലേ. ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാലോന്നാണ്. കുഞ്ഞു നിന്ന് തിരുമ്പാന്നും വയ്യ ഗൈസ്. അപ്പൊ ഞാന് ചടപടപടാന്ന് തിരുമ്പത്തേക്കാ, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ നമ്മുടെ തിരുമ്പി കഴിഞ്ഞൂട്ടാ, തിരുമ്പിക്കഴിഞ്ഞു. ഇനി വല്ലതും ഞണ്ണണം. ഇനി നമുക്ക് പിള്ളേരെ എണിപ്പിക്കാം കേട്ടോ. കാരണം അവർ ഇളകുന്നുണ്ട്. ഇളകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കുന്ന അപ്പം എണിക്കും. അതുകൊണ്ട് എണിപ്പിച്ചിട്ട് എല്ലാവർക്കും കൂടി ഒപ്പം കഴിക്കാം. ഹലോ ഹലോ, എച്ചില്ലേ? ഹലോ, എച്ചിനില്ലേ? എണിക്കാൻ വയ്യേ? വയ്യേ? എന്താ പറ്റി? എന്താ പറ്റി? പെട്ടെന്ന് എന്താ പറ്റി? ആ എടുക്ക. എന്താ വയ്യ പറയണേ? എന്താ പറ്റി? അമ്മച്ചി വീഡിയോ ഒക്കെ ഉണ്ട്. വീഡിയോ ഒക്കെ ഉണ്ട്. എനിക്കില്ല ചായ കുടിക്കാൻ വാ. അവന് എനിക്കില്ല. ചീ ചോദിക്കാം ആദ്യം. വായോ, ചായ തരാ. നീ ഉമ്മച്ചിനെ സഹായിക്കുന്ന കുട്ടിയല്ലേ? ഓ, എടുത്തു വണ്ടി, എടുത്തു വണ്ടി. ഇത് ഉണ്ണിന്റെ വണ്ടി. നിന്റെ വണ്ടിയോ?
കാണാനില്ലേ? ചക്രം കാണാനില്ലേ? ചക്രം കറങ്ങണില്ലേ? അയ്യോ എന്താ ശരിയാക്കോ? വാപ്പച്ചി ശരിയാക്കി തരൂ ട്ടാ. എനിക്ക് എണിച്ചിട്ട് പല്ല് തേക്കണം, പിന്നെ ചായ കുടിക്കണം, പിന്നെ നമുക്ക് അപ്പം തിന്നണം. അങ്ങനെ കൊറേ പണികളുണ്ട്. രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. രംഗത്തേക്ക് ഇറങ്ങിയില്ലേ? കളിക്കാൻ ഇറങ്ങിയില്ലേ? ഇനി ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കടന്ന് ഇങ്ങനെ മറിയണം അങ്ങനെ അല്ലേ? ഇനിയിപ്പൊ ഇക്കാന്റെ പിന്നാലെ അനിയനും. ഇക്ക എവിടേക്കാ പോണ് അതേപോലെ പോവും അനിയനും. കണ്ടാ അവരെന്താ കാട്ടുന്നത് അതുപോലെ കാട്ടാൻ വേണ്ടിയിട്ടാണ്. റോൾ മോഡലാണ് അനിയന്റെ, റോൾ മോഡലാണ് ഇക്ക. ഇക്ക എന്താണോ കാട്ടുന്നത് അതുപോലെ കാട്ടും നമ്മുടെ അനിയനും അല്ലേ? ഞാൻ രാവിലെ കഴിക്കണത് എന്തൊക്കെയാന്ന് കാണിച്ചു തരാട്ടാ. ബനാന എടുത്തിട്ട് മറ്റേ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യില്ലേ, അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ അത് കഴിക്കട്ടോ. ഒരെണ്ണം ഒരു ബനാന, ചിലപ്പോൾ കുറെ ഉണ്ടെങ്കിൽ 1-2 എടുക്കൂട്ടോ. പിന്നെ ദോശ മാവുണ്ടെങ്കിൽ 2 ദോശ ചുട്ട് കഴിക്കും. പിന്നെ ചിലപ്പോൾ മാവ് ഉണ്ടാവില്ല, ഉപ്പുമാവ് എന്തെങ്കിലുമൊക്കെ ഇരിക്കും, അപ്പൊ അത് കഴിക്കും. എന്തായാലും ഞാൻ ഈ പഴം സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കൂട്ടോ, കാരണം എനിക്കിഷ്ടമാണ് കേട്ടോ നെയ്യിൽ ഇങ്ങനെ പഴം വറുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ പഴം ആയിട്ടുണ്ട് കേട്ടോ, പഴമായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഇടാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായ ആയിട്ടുണ്ട്, ചായ ആറണ്ട. നോൺ സ്റ്റിക്കിന്റെ പാനാണ്, എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷെ എനിക്ക് എണ്ണ ഒഴിച്ച ദോശയാണ് ഇഷ്ടം, എണ്ണയും നെയ്യൊക്കെ ഒഴിച്ചതായിട്ട് ഇഷ്ടം. ഞാൻ എണ്ണ ഒഴിച്ചിട്ടാണ് ചൂടാറുള്ളൂ കേട്ടാ. എന്താടാ അങ്ങോട്ട് കൊടുക്കാതെ എവിടെ ഇതന്നെയാണ് പ്രശ്നം, വെറുതെ അടി കൂടുക. അടിച്ചും തുടങ്ങി അടി കൂടാന്. എവിടെ അത് കളഞ്ഞ്? വണ്ടിയുടെ എന്തോ ഒരു ചെറിയ പൊട്ടാണ്, അതിന് വേണ്ടിട്ടാണ് ഈ അടി കൂടുന്നത്. അതിന്ന് പൊട്ടിയതാ? എന്തിനാ ഇഹാൻ ഇങ്ങനെ അടി കൂടുന്നത്? നിന്റെ ഉണ്ണിയല്ല അത്. ആ ഇക്കാന്റെ എല്ലാത്തരാന്നേ മാറ്. തപ്പി കണ്ടുപിടിച്ചു കൊടുക്ക കുട്ടിക്ക്, ഇക്ക കണ്ടുപിടിച്ചു തരും ട്ടാ, കരയണ്ട. ഓ അപ്പൊ എന്തിനാ വണ്ടി പൊട്ടിക്കുന്നത്? അപ്പൊ ഞാൻ എന്തായാലും ഇതവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. കഴിക്കുമൊന്നുമില്ല, വലിയവൻ പിന്നെയും കുറച്ചൊക്കെ കഴിക്കും, ചെറിയവനാണ് കുറച്ച് പാട്. അവനിത് ഈ മുട്ട ഇതായി അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് തിന്നും, അല്ലാണ്ട് വേറെ ഒന്നും തിന്നില്ല കേട്ടാ. എന്തായാലും വീഡിയോ എടുക്കാനാണെങ്കിൽ ഇനിയും കുറേ ഉണ്ട് ഇതവർ കഴിക്കുന്നതും. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്നാ പിന്നെ എനിക്ക് മതിയും കൊതിയാവും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു മിനിറ്റ്, ആരോ വിളിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മത്തി കിട്ടി കേട്ടോ, നല്ല മത്തിയാണ് കേട്ടോ, നല്ല കുഞ്ഞുമത്തിയാണ്. അപ്പുറത്ത് കൊടുത്ത വാപ്പ മീൻ വെക്കുന്ന ആളാണ് കേട്ടോ. അപ്പം ആള് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തരും കേട്ടോ. ഉണ്ടോ, ഇനിയിപ്പം അടുത്തൊരു പണിയായി. ഇനിയിപ്പോൾ ഇത് നേരാക്കി വറക്കണം, കറി വെക്കണം, കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ, കുറേ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ എന്തായാലും അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാനും കഴിച്ചിട്ട് ഇത് നേരാക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.